അമ്മേ ചോറ് വറക്കാനുള്ള പരിപാടിയാണ്. ചോറ് വറക്കട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് ചോറ് വറക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കഞ്ഞിക്കലം എന്നുള്ള സാധനമുണ്ട് ചോറ് വറക്കുന്നതിന് പാത്രം, അതിനായിട്ട് തന്നെ. അതിനാ വേറെ പാത്രം? അതൊരു പ്രത്യേക ഷേപ്പുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഈ ചോറില്ലേ അതിലേക്ക് അങ്ങോട്ട് കമഴ്ത്തി വെച്ചാൽ വെള്ളമൊക്കെ അങ്ങോട്ട് വെട്ടിപ്പോയിക്കോളും. ഇവിടെ നമുക്ക് ആ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. അതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തന്നെ. അത് തന്നെ. ഓക്കെ, ഇതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കളയണം. ഇത് മുഴുവൻ ഇതും കൊണ്ട് വെച്ചാൽ എന്ത് പറ്റും? അപ്പോൾ അത് സൈഡിൽ കൂടെയൊക്കെ മറിഞ്ഞെല്ലാം നാശമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ കളഞ്ഞതിന് ശേഷം അതിന് മൂടി തുറന്നു പോകും. മൂടി തുറന്നു പോയില്ല, അതിൻ്റെ മൂടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ വെള്ളം ചൂടുവെള്ളമല്ലേ. ഓക്കെ, നോക്കട്ടെ. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഊറ്റി കളയണം. അങ്ങനെ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, ഇത് നല്ലതാണ്. നമ്മളിപ്പോൾ അങ്ങനെ കുടിക്കാറില്ല, കൊഴുപ്പ് കാരണം. തടി കൂടുന്നതുകൊണ്ട് അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. ഇതിവിടെ കാണുന്നില്ലല്ലോ, ഇതിവിടെ പെയ്യുന്ന കാണുന്നില്ല. ഇപ്പം മഴ നിൽക്കുന്നില്ല, ഇതിൽ കൂടെ എടുക്കാൻ പറ്റുന്നില്ല. സാരല്ല. ഒരുപാട് ഇത് കണ്ടല്ലോ മഴക്കെടുതികൾ കേരളത്തിലത്തെ. അതെ, നമ്മളിവിടെ അധികം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടുന്നു. എന്നാലും ഏതൊക്കെ സ്ഥലത്ത് ബോട്ടൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഓഫീസിൽ പോകുന്നുണ്ടെന്നൊക്കെ കേട്ടിരുന്നു. ഭയങ്കര മഴ, വാട്ടർ ലോഗിങ് ആണ്. ഇഞ്ചവടി ആയതിലൊക്കെ ഭയങ്കര പണിയാണെന്ന് പറഞ്ഞിട്ട് ട്രാഫിക്കിൽ കൂടിയും കിടക്കുക ഫുള്ള്. നമ്മൾ ചോറ് ഇത്രയും മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വെക്കുക. അതവിടെ നിന്നോളൂ. താഴെ ഒരു ചെറിയ പാത്രം വെച്ചിട്ടാൽ അതിലേക്ക് വെള്ളം ഇറ്റി വേണോളൂ. അങ്ങനെ ചോറ് വാർത്തൽ അവസാനിച്ചു. വേണമല്ലോ, അടിപൊളി. അപ്പോൾ അത് ലീക്ക് ആവൂല അല്ലേ? അടിപൊളി സാധനമാണല്ലോ. വിറ്റ് വിടാൻ തുടങ്ങിയില്ല. ഓക്കെ, ഇതൊരു നല്ല സംഭവമാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പോവാം. ഇങ്ങനെ വെച്ച് എത്ര നേരം പോവാം. അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല അതാണ് വെട്ടി വരുന്നുണ്ട്. അതൊന്ന് പ്ലാസ്റ്റിക്കെടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്ത് പറ്റും? ചോറ് മുഴുവൻ ഡ്രൈ ആവും. ചോറ് ഡ്രൈ ആയി കിട്ടും. നമുക്കത് അവിടെ വെച്ചിട്ട് നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനും പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പോൾ എൻ്റെ ചോറ് വാർത്തൽ കഴിഞ്ഞ് ഞാനിതാ. അപ്പോൾ എല്ലാവരോടും ഒരു ബായ് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, ബായ്.